Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനാ വത്സരത്തിലെ ഉയിർപ്പ് കാലത്ത് തിരുസഭ നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ കൂടെയായിരുന്നുകൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഉദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഇന്നത്തെ സുവിശേഷത്തില് യോഹന്നാൻ ശ്ലീഹ തന്റെ വിവരണത്തിന്റെ അവസാന അധ്യായം 21-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തിബേരിയാസ് കടൽ തീരത്ത് ഉദ്ധിതനായ മിശിഹായെ കണ്ടുമുട്ടുന്ന ആ കണ്ടുമുട്ടല് വലിയ രൂപാന്തരീകരണത്തിന് മാറ്റത്തിന് കാരണമാകുന്ന 7 ശിഷ്യന്മാരുടെ ചരിത്രമാണ്. ഈശോ കൂടെയില്ലെങ്കിൽ, ഈശോയെ കൂടാതെയുള്ള നമ്മുടെ അധ്വാനങ്ങള്, പ്രയത്നങ്ങള് നിഷ്ഫലമാണ് എന്നും അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ, അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വിവരണം. തൊട്ട് മുൻപിലുള്ള അധ്യായത്തില് 20-ാം അധ്യായത്തിൽ ഉദ്ധിതനായ മിശിഹ പലർക്കും പ്രത്യക്ഷപ്പെടുന്നതും ഈശോയിലുള്ള വിശ്വാസം നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഉൾപ്പെടെ എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് ഏറ്റു പറയുന്നതുമെല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ പത്രോസ് ശ്ലീഹ പറയുകയാണ്, ഞാനിതാ മീൻ പിടിക്കാൻ പോകുന്നു. പത്രോസ് പറഞ്ഞത് പാതി പറയാത്തത് പാതി മറ്റ് ശിഷ്യന്മാരും പറയും ഞങ്ങളും കൂടെ വരുന്നു എന്ന് പറഞ്ഞു പോവുകയാണ്. ഇവർക്ക് ഏറെ പരിചിതമായ തടാകമായിരുന്നു, കടലായിരുന്നു തിബേരിയാസ് കടല് അല്ലെങ്കിൽ ഗലീലി തടാകം. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവർക്കൊന്നും ലഭിച്ചില്ല. അങ്ങനെ വിഷണ്ണരായി ശൂന്യമായ വലയോടുകൂടി കരയിലേക്ക് വരുമ്പോഴാണ് കരയിൽ നിൽക്കുന്ന ഉദ്ധിതനായ മിശിഹായെ അവർ കാണുന്നത്. ഈശോയാണെന്ന് തിരിച്ചറിയുന്നില്ല എങ്കിലും ഈശോയുടെ വാക്കുകളിൽ നിന്ന്, തുടർന്നുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഈശോ അവരോട് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ ഭക്ഷിക്കുവാൻ വല്ലതുമുണ്ടോ? നിരാശരായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കുവിനെന്ന് പറയുന്നു. അവർ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വലിച്ചു കയറ്റുവാൻ സാധിക്കാത്ത തരത്തിൽ അത്രയധികം മത്സ്യം അവർക്ക് വലയിൽ ലഭിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്, അത് കർത്താവാണ്, അത് നമ്മുടെ കർത്താവാണ് എന്ന്. അത് നമ്മുടെ കർത്താവാണെന്ന് കേൾക്കുന്നത് പാതി, കേൾക്കാത്തത് പാതി ശിമയോൻ, പത്രോസ്, കേപ്പ എടുത്തു ചാടുകയാണ് ജലത്തിലേക്ക്. ഈ എടുത്തു ചാടുന്നതിനെ കുറിച്ച് സുറിയാനി പൗരസ്ത്യ സഭാപിതാവായ അപ്രേം പിതാവ് പറയും, ആ ഒരു നിഷ്കളങ്കമായ ശിശുതുല്യമായ ആ ചാട്ടത്തിലൂടെ കടലിലേക്കുള്ള ആ എടുത്തുചാട്ടം യഥാർത്ഥ മുത്ത് തേടിയുള്ള, അത് സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള ഒരു ചാട്ടമായിരുന്നു പത്രോസ് ശ്ലീഹായുടേതെന്ന്. അപ്പോൾ ആ ഒരു വലിയ നിധി തന്റേതാക്കുവാൻ വേണ്ടി ഈശോയുടെ പക്കലേക്ക് നിഷ്കളങ്കമായ ശിശുതുല്യമായ നൈർമല്യത്തോടെ എടുത്തു ചാടുന്ന ശ്ലീഹായെ, പത്രോസ് ശ്ലീഹായാണ് നമ്മൾ കാണുന്നത്. മറ്റ് ശിഷ്യന്മാരുടെ സഹായത്തോടുകൂടി ഈ വഞ്ചി കരയ്ക്കടുപ്പിക്കുമ്പോൾ, വല കരയിലേക്ക് വലിച്ചടുപ്പിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച അവർ കാണുകയാണ്. കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. പ്രാതലിന്റെ വിഭവങ്ങളായിരിക്കുന്നത് അപ്പവും മത്സ്യവുമാണ് എന്നുള്ളത് പരസ്യജീവിതകാലത്ത് ഈശോ ശിഷ്യന്മാർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതുമാണ്. ഈ അപ്പം വർദ്ധിപ്പിക്കൽ രംഗങ്ങളെല്ലാം പിന്നീട് നടക്കുവാനിടുന്ന പരിശുദ്ധ കുർബാനയുടെ ആ മഹാ അത്ഭുതത്തിന്റെ മുന്നോടിയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത് ഉദ്ധിതനായ മിശിഹ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ആ പ്രാതല്, അത് പരിശുദ്ധ കുർബാന തന്നെയാണ്. ഈ അപ്പം സൂചിപ്പിക്കുന്നത് അന്ത്യത്താഴത്തിൽ അവിടുന്ന് തന്റെ ശരീരവുമായി നൽകിയ ആ അപ്പം തന്നെയാണ്. മത്സ്യം മിശിഹായെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മത്സ്യത്തെ സൂചിപ്പിക്കുവാനുള്ള ഗ്രീക്ക് ഭാഷയിലെ വാക്ക് ഇക്തൂസ് എന്നുള്ളതാണ്. ഇക്തൂസ് എന്ന വാക്കിന്റെ അക്ഷരങ്ങള് നമ്മുടെ ദൈവപുത്രനായ ഈശോ ആണ് രക്ഷകൻ എന്നുള്ള ആ വാചകത്തിലെ ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാല് ഗ്രീക്ക് ഭാഷയിൽ മത്സ്യം എന്നർത്ഥമുള്ള ഇക്തൂസ് എന്ന പദം ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ആദിമസഭയില് ഭൂഗർഭാലയങ്ങളിലും മറ്റുമൊക്കെ ആദിമ ക്രൈസ്തവർ ഒന്നിച്ചുകൂടിയിരുന്നപ്പോൾ തിരിച്ചറിയലിനുടെ അടയാളമായിട്ട്, ഒന്നിച്ചുകൂടേണ്ട സ്ഥലം തിരിച്ചറിയാൻ വേണ്ടി, മറ്റുള്ളവരാരും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ സ്ലീവ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ആദിമ ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്നത് മത്സ്യത്തിന്റെ ചിത്രമായിരുന്നു. അങ്ങനെ മത്സ്യം മിശിഹായുടെ തന്നെ ഒരു പ്രതീകമായിട്ട് മാറിയുന്നത് കൊണ്ടുകൂടിയാണ് ആകണം
അപ്പം വർദ്ധിപ്പിച്ച് നൽകുമ്പോഴും ഈ സമയത്തുമെല്ലാം ഈശോ ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രാതലിന്റെ ഒരു വിഭവം മത്സ്യമായിരുന്നത്. സഭാപിതാവായ ആഗസ്തീനോസ് ഈ സംഭവത്തെ ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ നടന്ന ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു സംഭവമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് അവതരിപ്പിക്കുന്നത്. അവിടെ ശിഷ്യന്മാരെ വിളിക്കുന്നതിന് തൊട്ട് മുൻപാണ്, അല്ലെങ്കിൽ ആ വിളിക്കുന്ന സന്ദർഭത്തിലാണ് ഇതിന് സമാനമായ സംഭവം നടക്കുന്നത്. ഗലീലി തടാകത്തിലെത്തുന്ന ഈശോ അവിടെ ശിമയോന്റെയും സഹോദരന്റെയും അവരുടെ കൂട്ടുകാരുടെയും വഞ്ചി കണ്ട് ശിമയോന്റെ വഞ്ചിയിൽ കയറിയിരുന്ന് പഠിപ്പിക്കുന്നതിന് ശേഷം വലിയിറക്കാൻ പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചതാണ്, ഒന്നും കിട്ടിയില്ല എന്ന്. ഇവിടുത്തേതിന് തന്നെ സമാനമായ മറ്റൊരു സന്ദർഭം. പക്ഷെ അവിടുന്ന് പറയുന്നതനുസരിച്ച് അവർ വലിയിറക്കുമ്പോൾ അവിടെയും സമൃദ്ധമായിട്ട് അവർക്ക് മത്സ്യം ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പത്രോസ് തന്റെ അയോഗ്യത ഏറ്റു പറയുകയും, കർത്താവേ, പാപിയാണ് ഞാൻ, എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് പറയുമ്പോൾ പത്രോസിനെ വിളിച്ച് ഈശോ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടി നിയമിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ അനുഗമിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്ന രംഗവും, അങ്ങനെ ഈശോ ഈശോയുടെ ശിഷ്യഗണത്തിലേക്ക് പത്രോസ് ചേരുന്നതുമെല്ലാമാണ് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ആ സന്ദർഭത്തെ ഈ ഒരു രംഗവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് സഭാപിതാവായ അഗസ്തീനോസ് പറയുന്നത്, ആദ്യത്തെ രംഗത്ത് ഈശോ വഞ്ചിയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. ഇവിടെ ഈശോ ഉദ്ധിതനായ ഈശോയാണ്, അതുകൊണ്ട് അവിടുന്ന് കരയ്ക്കാണ് നിൽക്കുന്നത്. അവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് മറുകര കടന്നിരിക്കുന്നു, സ്വർഗത്തിലേക്ക് പിതാവിന്റെ വലതുഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഉദ്ധിതനായ ഈശോയാണ്. പക്ഷെ അവിടുന്ന് ഉദ്ധിതനായ ഈശോ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നത് വഞ്ചിയുടെ വലതുവശത്ത് വലയിറക്കാനാണ്. ഈ വലതുവശത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയും, അത് പുതിയ നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. പഴയ നിയമത്തിന്റെ സ്ഥലം ഇടതുവശമാണ്. നമ്മുടെ കുർബാനയിലും നമ്മൾ പഴയ നിയമ വായനകൾ ഇടതുവശത്ത് നിന്നാണല്ലോ, ഇടതുവശത്തെ പെടുത്തിൽ നിന്നാണല്ലോ വായിക്കുന്നത്. പുതിയ നിയമത്തിലെ ലേഖനമാകട്ടെ അത് വലതുവശത്ത് നിന്നുമാണ്. അപ്പം വലതുവശത്ത് വലയിറക്കാൻ പറയുമ്പോൾ പുതിയ നിയമം പ്രഘോഷിക്കുക, സുവിശേഷം പ്രഘോഷിക്കുക, അതിന് വലയിറക്കുക, സുവിശേഷത്തിന്റെ വലയിറക്കുക, ജനത്തെ സ്വീകരിക്കാൻ വേണ്ടി എന്ന് സൂചിപ്പിക്കുന്നതാണ്. ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന ഈ 153 മത്സ്യങ്ങള് സൂചിപ്പിക്കുന്നത് എല്ലാ ജനപദങ്ങളെയുമാണ് എന്നാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം. അന്നറിയപ്പെട്ടിരുന്ന മത്സ്യം 153 ഗണത്തിൽപ്പെട്ടതായിരുന്നെന്നും അതിൽ നിന്ന് എല്ലാ ഗണത്തിൽ നിന്നും ഓരോന്നീ കൂടെ ഉണ്ടായിരുന്നുവെന്നും, എങ്കിലും വല കീറിപ്പോയില്ല. അപ്പോൾ സഭയുടെ ഐക്യം, 24 വ്യക്തിസഭകൾ ഉണ്ടെങ്കിലും അത് എല്ലാം കൂടി ഒന്ന് ആണ്, ഏക കത്തോലിക്ക സഭയാണ് എന്നുള്ള ആ വലിയ സത്യം സൂചിപ്പിക്കുന്നതാണ് ഈ ഇത്രയേറെ മത്സ്യങ്ങൾ ഉണ്ടായിട്ടും വല കീറിപ്പോയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം സൂചിപ്പിക്കുന്നത് എന്നും സഭാപിതാക്കന്മാർ പറയും. മഹാനായ ഗ്രിഗറി പറയുന്നുണ്ട്, ഈ കരയിലിരിക്കുന്ന ഈശോയാണ്, ഉദ്ധിതനായ ഈശോയാണ്, മഹത്വപൂർണനായ മിശിഹായാണ്, സ്വർഗമാകുന്ന ആ കരയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന, പിതാവിന്റെ പക്കലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആ മിശിഹായാണ് നമുക്ക് വേണ്ടി പ്രാതൽ തയ്യാറാക്കി കാത്തിരിക്കുന്നത് എന്ന്. മിശിഹായുടെ സാന്നിധ്യം നമുക്ക് ശാരീരികമായി ഭൂമിയിൽ തിരിച്ചറിയാനൊന്നും സാധിക്കുന്നില്ല എങ്കിലും അവിടുന്ന് സത്യമായി നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഉദ്ധിതനായ മിശിഹ അവിടുന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവിടുന്ന് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ പ്രാതലായ പരിശുദ്ധ കുർബാനയിലാണ് എന്നുള്ള സത്യമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ സഭാമാതാവ് ഓർമ്മിപ്പിക്കുന്നത്. ഈ സ്ലീഹന്മാരുടെ സമാനമായ ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഉദ്ധിതനായ മിശിഹായെ കണ്ടുമുട്ടുന്നതിന് സാവൂളിന്റെ ജീവിതവും, മുമ്പുള്ള സാവൂളിന്റെ ജീവിതവും. പഴയ നിയമ പഠിച്ചിരുന്ന, അതിൽ അഗ്രഗണ്യനായിരുന്ന സാവൂള് തന്റെ ആ നിയമപരിജ്ഞാനത്തിന്റെ പരിധിക്ക് വെളിയിലായിരുന്ന ഈശോയുടെ സുവിശേഷത്തെയോ ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഈശോയുടെ ശിഷ്യരായിരിക്കുന്ന മിശിഹായുടെ മാർഗത്തിൽ ചരിക്കുന്നവരെയോ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവരെ പീഡിപ്പിക്കുന്നതിനായിട്ട് ഡമാസ്കസ് വരെ പോകുവാനും അവരെ ബന്ധിച്ച് ഓർസനവിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനും എല്ലാമുള്ള അധികാരപത്രവുമായിട്ട് ഡമാസ്കസിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തില് മത്സ്യബന്ധനത്തിന് വേണ്ടി പോയ ശിമയോനെയും കൂട്ടരെയും പോലെയാണ് ഇവിടെ സാവൂളും നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് സാവൂൾ നിൽക്കുന്നത്. അവിടെ ആ സാവൂളിനോടാണ് ഈശോ ചോദിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ പൗലോസ് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ, നീ പീഡിപ്പിക്കുന്ന കർത്താവ് തന്നെയാണ്, മിശിഹ തന്നെയാണ് ഞാനെന്ന് പറയുന്നു. അപ്പോൾ ഈശോയെ ആണ് പീഡിപ്പിച്ചത്, ഈശോയിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചപ്പോൾ അതിൽ നിന്നാണ് പൗലോസ് ശ്ലീഹായുടെ ആ വലിയ ദൈവശാസ്ത്രം, തിരുസഭ, ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ സമൂഹം അവിടുത്തെ ഭൗതിക ശരീരമാണ് എന്നുള്ള കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 12-ാം അധ്യായത്തിലും മറ്റും ആവർത്തിച്ച് പൗലോസ് ശ്ലീഹ പറയുന്ന ആ ദൈവശാസ്ത്രത്തിന്റെ ഉത്ഭവം എവിടെയാണ്? ഈശോയിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചത് മിശിഹായെ തന്നെയാണ്.
ശരീരത്തെ പീഡിപ്പിക്കുന്നവൻ ശരീരത്തിന് വേദന കേൾക്കുമ്പോൾ അത് ആ വേദന കേൾക്കുന്നത് ശിരസിന് തന്നെയാണ്. ശരീരമാണ്, മിശിഹായുടെ ഭൗതിക ശരീരമാണ് തിരുസഭ. തിരുസഭയിലെ അംഗങ്ങൾ ഈ ശരീരത്തിന്റെ ശിരസാണ് മിശിഹ. അപ്പോൾ വേദനിക്കുന്നത് ശിരസിനാണ്, ശിരസാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഈ നിയമത്താൽ അന്ധനായിരുന്ന സാവൂളിന്റെ ആ അന്ധത നീക്കുവാനായിട്ട് പ്രകാശമായിട്ട് ഉദിക്കുന്ന, അവന്റെ മുൻപിൽ അവതരിക്കുന്ന മിശിഹ സാവൂളിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോവുക, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമെന്ന്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ഡമാസ്കസ് പട്ടണത്തിലെത്തുമ്പോൾ അനനിയാസ് എന്നുള്ള ആ ശിഷ്യൻ കർത്താവിന് നിർദ്ദേശമനുസരിച്ച് സാവൂളിനെ മാമോദിസ മുക്കുന്നതും അപ്പോൾ വീണ്ടും അവന് കാഴ്ച ലഭിക്കുന്നതും, അങ്ങനെ മിശിഹായിലുള്ള വിശ്വാസത്തിൽ തീഷ്ണതയിൽ നിറഞ്ഞ് മിശിഹായ്ക്ക് വേണ്ടി വലിയ ധീരതയോടെ പ്രഘോഷിക്കുന്ന പൗലോസിനെയുമാണല്ലോ തുടർന്ന് പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയും ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ, ഉചിതനായ മിശിഹായെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ജീവിതത്തിൽ വലിയ പരിവർത്തനം സംഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെയും പൗലോസ് മാമോദിസ മുങ്ങുന്നതോടൊപ്പം തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ്. 3 ദിവസത്തേക്ക് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നില്ല ഈ അന്ധനായി തീർന്ന ആ നിമിഷം മുതൽ. പക്ഷെ മാമോദിസ മുങ്ങി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാനയെ തന്നെയാണ്. ഏഷ്യ നിവിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ 49-ാം അധ്യായത്തിൽ നമ്മൾ ഈ സത്യം തന്നെ കേൾക്കുന്നുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഇസ്രായേൽ ജനതയെ, ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഇസ്രായേൽ ജനത, അതായത് ബാബിലോണിൻ വിപ്രവാസത്തിൽ നിന്ന് ജെറൂസലമിലേക്ക് തിരികെ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പലസ്തീനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ആ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കുമെന്ന് അവിടുന്ന് പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യം, 49-ാം അധ്യായം 9-ാം വാക്യം. ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും. വിജനമായ കുന്നുകളെല്ലാം മേച്ചിൽപ്പുറങ്ങളായിരിക്കുകയും ചെയ്യും. അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ചെയ്യുകയില്ല. അപ്പോൾ കർത്താവ് വിമോചിപ്പിച്ച് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന് കർത്താവിന്റെ വാഗ്ദത്ത നാട്ടിലാക്കി കഴിയുമ്പോൾ അവിടെ ജനത്തിന് വിശക്കുകയോ ദാഹിക്കുകയില്ല. അവർക്ക് വേണ്ട ഭക്ഷണം അവിടെ നിന്ന് നൽകും. അതാണ് നമ്മൾ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന മിശിഹായിൽ കാണുന്നത്. അതുതന്നെയാണ് പൗലോസ് ലീഹായുടെ അനുഭവത്തിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ഇത് സാധിച്ചത് ഈശോ എന്നുള്ളതാണ് ഹെബ്രായ ലേഖനത്തിന്റെ വായനയിൽ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമെല്ലാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തില് 19 മുതലുള്ള വാക്യത്തിൽ ലേഖകൻ പറയുകയാണ്, മിശിഹായുടെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ ആത്മധൈര്യമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞു. അവിടുന്ന് കരയിലാണിപ്പോൾ. അവിടെ ആ കരയിലായിരുന്നുകൊണ്ട് ഉചിതനായ മിശിഹ പിതാവിന്റെ വലതുഭാഗത്തായിരുന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഈ പ്രാതല് വിരുന്നൊരുക്കുന്നത്, പരിശുദ്ധ ഒരുക്കുന്നത്. അപ്പോൾ അവിടുന്ന് പ്രവേശിച്ചത് എങ്ങനെയാണ്? പ്രധാന പുരോഹിതനാണ് അവിടുന്ന്, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരുന്ന പ്രധാന പുരോഹിതര് വിരിക്കുള്ളിലൂടെയാണ് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത്. അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ ജനത്തിന് മുഴുവനും വേണ്ടി പാപപരിഹാരം ചെയ്യുവാൻ വേണ്ടി പ്രവേശിച്ചിരുന്നത് ദേവാലയ വിരിയിലൂടെയാണ്. ഹെബ്രാലേഖൻ പറയുകയാണ്, മിശിഹ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചത് തന്റെ ശരീരമാകുന്ന വിരിയിലൂടെയാണ്. അപ്പോൾ ആ ശരീരത്തിൽ അവിടുന്ന് ഏറ്റ ആ സഹനത്തെയും മരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ദൈവഭവനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഉദ്ധിതനായ മഹത്വീകൃതനായ ഈശോ മിശിഹായുടെ പക്കലേക്ക്, ആ ദൈവിക സന്നിധിയിലേക്ക് നമുക്കുള്ള പ്രവേശനം ഈശോ സാധ്യമാക്കിയിരിക്കുന്നത് എപ്രകാരമാണ് എന്നാണ് ഹെബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മിശിഹായുടെ തിരുരക്തത്താലാണ് ഈ പ്രവേശനം നമുക്ക് അവിടുന്ന് സാധ്യമാക്കിയത്. അവിടുന്ന് ബലിമൃഗങ്ങളുടെ രക്തമല്ല, സ്വന്തം രക്തവുമായി ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചത് പ്രധാന പുരോഹിതൻ പ്രവേശിച്ചിരുന്നത് പോലെ ഓർസ്ലേം ദേവാലയത്തിന്റെ വിരി കടന്നല്ല, മറിച്ച് സ്വന്തം ശരീരമാകുന്ന വിരിയിലൂടെയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നത് എന്നാണ് ഹെബ്രായ ലേഖകന്റെ ഭാഗം നമ്മൾ വായിച്ചു കേൾക്കുന്നത്. ഈശോയുടെ കുരിശിലെ മരണം, ശരീരത്തിലേറ്റ ആ സഹനം, അതാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദേവാലയങ്ങളിൽ തിരശ്ശീല, മദ്ബഹയെ ജനം നിൽക്കുന്ന ഹൈക്കലയിൽ നിന്ന് വേർതിരിക്കുന്ന തിരശ്ശീല പലപ്പോഴും രക്തത്തിന്റെ നിറത്തിലുള്ളതാണ്, ചുവപ്പ് നിറത്തിലുള്ളതാണ്. ഈ തിരശ്ശീല ദേവാലയത്തിലെ അവിടുത്തെ മരണസമയത്ത് 2ആയി കീറിയ ആ തിരശ്ശീല സൂചിപ്പിക്കുന്നത് ഈശോയുടെ ശരീരത്തെ തന്നെയാണ്. ഏത് ശരീരത്തിലൂടെയാണോ അവിടുന്ന് ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചത് ആ ശരീരത്തെയാണ്, മിശിഹായുടെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്.
അതുകൊണ്ടാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്, നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായതുകൊണ്ട്, അവിടുന്ന് നമുക്ക് ഈ ഒരു പ്രധാനാചാരം ദൈവസന്നിധിയിലുള്ളത് കൊണ്ട് വിശ്വാസത്തോടുകൂടി കഴുകി ശുദ്ധമാക്കപ്പെട്ട ദുഷ്ടമനസാക്ഷിയിൽ നിന്നെല്ലാം നമ്മൾ മാറി കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വിശുദ്ധ ജലത്താൽ, മാമോദിസ ജലത്താൽ കഴുകി വിശുദ്ധീകൃതമായ ശരീരങ്ങളോടും കൂടെ വിശ്വാസത്തിന്റെ ആ ബലത്തില്, പ്രത്യാശയുടെ ആ ജീവനോടുകൂടി നമുക്ക് അവിടുത്തെ സമീപിക്കാം, അടുത്ത് ചെല്ലാമെന്നാണ് ലേഖകൻ പറയുന്നത്. ഇത് നമുക്കിന്ന് സാധ്യമായിരിക്കുന്നത് പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ്. അപ്പോൾ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്ന ആ ദിവ്യരഹസ്യത്തിലേക്ക് നമുക്കും കടന്നു ചെല്ലാം. പക്ഷെ അതിന് ഒരുക്കമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഹെബ്രായ ലേഖകൻ പറയുന്നുണ്ട്. എങ്ങനെ സ്നേഹത്തിൽ ജീവിക്കാം, സൽപ്രവൃത്തികൾ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, പരസ്പരം പ്രോത്സാഹിപ്പിക്കണമെന്ന് ഹെബ്രായ ലേഖകന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലേഖകൻ പറയുകയാണ്, സാധാരണ പലരും ചെയ്യാറുള്ളത് പോലെ ഒന്നിച്ചു കൂടുന്നതിൽ നിന്ന് നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തരുത്. നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്ന വേദി, ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുന്ന നമ്മുടെ പള്ളിയാണ്. അവിടെ അനുഷ്ഠിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങളാണ് പരിശുദ്ധ കുർബാനയാണ്. അപ്പോൾ ഞായറാഴ്ചയെങ്കിലും നമ്മുടെ ഇടവക ദേവാലയത്തിൽ ഒന്നിച്ചു ചേരുന്നതിനും പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നിത്യപുരോഹിതനായ ഈശോ നമുക്ക് സാധ്യമാക്കി തന്നിരിക്കുന്ന ആ രക്ഷ, അത് അനുഭവിക്കുന്നതിനും നമുക്ക് സാധിക്കണം. അത് നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഹെബ്രായ ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്. ഉദ്ധിതനായ മിശിഹ നമ്മുടെ കൂടെയായിരിക്കുന്നത്, അവിടുത്തെ സാന്നിധ്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഈ അപ്പം മുറിക്കലിലാണ്, പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ വായനകളിലൂടെ 4 കാര്യങ്ങളാണ് തിരുസഭമാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ വലിയ വൈദഗ്ധ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ പോലും നമ്മുടെ വലകൾ ശൂന്യമായിരിക്കാം, നമുക്ക് ഫലമൊന്നും കിട്ടാതെ പോകാം. അത് ഫലമുണ്ടാകണമെങ്കിൽ കർത്താവിനോട് കൂടെ ചെയ്യുമ്പോഴേ ഉള്ളൂ. അവിടുത്തെ സാന്നിധ്യത്തിൽ മാത്രമേ, അവിടുത്തെ സഹായത്തോടും അനുഗ്രഹത്തോടും കൂടി മാത്രമേ നമ്മുടെ പ്രയത്നങ്ങൾ ഫലമണിയൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അവിടുന്ന് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് സ്ലിഹന്മാർക്ക് സമൃദ്ധമായി മത്സ്യബന്ധനം സാധ്യമായത്. പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിച്ചതെല്ലാം. അപ്പോൾ കർത്താവിന്റെ വചനമനുസരിച്ച് വലതുവശത്തേക്ക് വലയിറക്കാൻ പറയുമ്പോൾ, അവിടുത്തെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ, അവിടുന്ന് പറയുന്നത് പോലെ നമ്മൾ ജീവിതം ക്രമീകരിക്കുമ്പോൾ സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ ഫലമുണ്ടാകും, സമൃദ്ധമായ ജീവനുണ്ടാകും എന്നുള്ള കാര്യവും ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ്ലിഹായുടെ അനുഭവത്തിൽ മിശിഹായുടെ ശരീരമാണ്, മൗലിക ശരീരമാണ് അവിടുന്ന് വിശ്വസിക്കുന്നവര്. സഭ അവിടുത്തെ ശരീരമാണ്, നാം ഓരോരുത്തരും ആ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് എന്നുള്ള സത്യവും നമ്മെ ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഞായറാഴ്ചകളിലെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരാനും അതിന്റെ ഒരുമിച്ച് കൂടലിന്റെ ഭാഗമായി തന്നെ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പരസ്പരം നന്മ ചെയ്യുന്നതിന്, സ്നേഹത്തിൽ